അങ്ങനെ 1.5 വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം സൗദി അറേബ്യയിൽ നിന്ന് നാട്ടിലേക്ക് വരികയാണ്. ശരിക്കും ഡിസംബർ മാസത്തോടു കൂടെ വരണമെന്നാണ് ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ എങ്കിലും ആരോഗ്യപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളാൽ ചികിത്സയ്ക്കായിട്ട് ഞാൻ നാട്ടിലോട്ട് വരികയാണ്. ഇത് സൗദി അറേബ്യ എയർപോർട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാട്ടിലേക്ക് നാട്ടിൽ വരുന്നതിൻ്റെ സന്തോഷമുണ്ട്. പക്ഷേ എങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ വരുന്നതിൽ വിഷമവുമുണ്ട്. അപ്പോൾ നമുക്ക് എൻ്റെ നാട്ടിലേക്കുള്ള യാത്രാ വിശേഷങ്ങൾ നമുക്ക് കാണാം. അങ്ങനെ ഞാൻ എയർപോർട്ടിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പാണ്. അങ്ങനെ നാട്ടിലോട്ട് വരികയാണ് കേട്ടോ. ഹലോ ഗൈസ്, അങ്ങനെ ഞാൻ ബോർഡിംഗ് ചെക്കിങ്ങും കഴിഞ്ഞിട്ട് ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇതാണ് റിയാദിലെ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് ഇപ്പോൾ ഞാൻ. എല്ലാം കഴിഞ്ഞു. ഇനി ടൈം ആകുമ്പോൾ അനൗൺസ്മെൻറ്റ് ചെയ്യുമ്പോൾ ഫ്ലൈറ്റിൽ കയറി നാട്ടിലോട്ട് വരിക. വളരെ സന്തോഷമുണ്ട്. പക്ഷേ എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു സൗദിയിൽ വന്നതിന് ശേഷം, പ്രവാസിയായതിനു ശേഷം ഈ ഒരു മടക്കയാത്ര. പക്ഷേ എങ്കിലും ഈ ഒരു മടക്കയാത്ര ഇങ്ങനെ ആകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. കാരണം കുറച്ച് ബോഡി പ്രശ്നങ്ങളുമായിട്ടാണ് നാട്ടിലേക്ക് വരുന്നത്. അങ്ങനെ ഫ്ലൈറ്റിലോട്ട് കയറാൻ പോവുകയാണ്. ഓക്കെ. അങ്ങനെ ബോംബെ എയർപോർട്ടിൽ നമ്മൾ അടുത്ത ഫ്ലൈറ്റ് കയറാനായിട്ട് പോവുകയാണ്, ട്രിവാൻഡ്രത്തോട്ട് വരാനായിട്ട്. അങ്ങനെ ബോർഡിംഗ് ചെക്കിങ്ങും സെക്യൂരിറ്റി ചെക്കിങ് എല്ലാം കഴിഞ്ഞിട്ട് ഫ്ലൈറ്റ് കയറുന്ന അങ്ങോട്ട് പോവുകയാണ്. ഇവിടെ ഒരു 2-3 മണിക്കൂറോളം വെയിറ്റിംഗ് ഉണ്ട്. നമ്മളങ്ങനെ ബോംബെ എയർപോർട്ടിൻ്റെ അകത്ത് ഇങ്ങനെ നിൽക്കുക. ഇതാണ്, ഇനി അങ്ങോട്ട് പോകണം. ഇതെനിക്കൊന്ന് ഡ്യൂട്ടി ഫ്രീ ഷോപ്പാണെന്ന് തോന്നുന്നു. ഞാനങ്ങനെ ബോംബെ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ ഡൊമസ്റ്റിക്കിലാണ് നിൽക്കുന്നത്. സൗദിയിൽ നിന്ന് വളരെ എമർജൻസി ആയിട്ട് വന്നതുകൊണ്ട്
ബോഡി കണ്ടീഷൻ വളരെ മോശമായതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ നാട്ടിലേക്ക് വരേണ്ടി വന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു യാത്രയിൽ. കാരണം ഫ്ലൈറ്റിൽ ഇരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ഞാനിരിക്കുന്നു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ എങ്ങനെയെങ്കിലും നാട്ടിലെത്തണം, ചികിത്സ നടത്തണം, ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നത്. അല്ലെങ്കിൽ ഞാൻ ക്രിസ്തുമസിന് വരാനിരുന്നതാണ്. ശരിക്കും കുറേ നാളിപ്പോൾ വ്ളോഗ് ചെയ്യാത്തതുകൊണ്ട് പ്രസൻറ്റേഷനെ തെറ്റുന്നുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ ബോംബെ എയർപോർട്ടിൽ ഇരിക്കുമ്പോൾ എനിക്ക് ഒട്ടും വരാൻ ഇഷ്ടമില്ലാത്ത, എനിക്ക് ഒട്ടും കംഫർട്ടല്ലാത്തൊരു സ്ഥലമാണ് ബോംബെയിൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ പോലും മനസ്സുകൊണ്ട് എനിക്ക് ബോംബെ ഇഷ്ടമല്ല. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഇഷ്ടമില്ലാത്ത ഒരു സ്ഥലമാണ് ബോംബെയെങ്കിൽ പോലും നാട്ടിൽ വരുന്നതിൻ്റെ സന്തോഷം കൊണ്ട് ഇതിലെ കൂടെ പോയാലേ പറ്റുള്ളൂ. പിന്നെ അവസ്ഥ അങ്ങനത്തുള്ള അവസ്ഥയാണ്. ഇരിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്. സൗദിയിൽ നിന്ന് ബോംബെ വരെ ഇരുന്നപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ടു. ഇനി ഒരു 2.5 മണിക്കൂർ യാത്ര കൂടെ ഉണ്ട് നാട്ടിലെത്താനായിട്ട്. അതും സഹിക്കണം. അപ്പോൾ നമുക്കിനി നാട്ടിൽ വെച്ച് കാണാം. During an evacuation for your own safety and safety of others, you are required to leave your hand baggage in the aircraft. You will find the safety information on the card located. കാണുന്നത് ബോംബെ കടലാണെന്നാണ് തോന്നുന്നത്. വിശാലമായ കടൽ നമുക്ക് കാണാൻ പറ്റും. ഇനി ബാക്കി വിശേഷങ്ങൾ നാട്ടിൽ വന്നിട്ട് തീരെ വയ്യാത്തതുകൊണ്ട് വീഡിയോ എടുക്കുന്നില്ല. ഓക്കെ, കാണാം.